ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ചക്കയൊക്കെ വരട്ടി വെച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വരട്ടി വെച്ചേക്കണം ചക്ക വെച്ചിട്ട് എങ്ങനെയാണ് ചക്കയുടെ ഉണ്ടാക്കണമെന്നാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചക്ക വരട്ടി വെക്കുന്ന ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ അവിടെ കയറി കാണണം കേട്ടോ. അപ്പോൾ ഈ വർഷം ഞാനിപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ ആയിട്ട് ചക്ക വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വരട്ടിയതൊക്കെ തീർന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ വരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും വരെ ഇരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ നമുക്ക് ഇരുത്താൻ പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്കത് കാണുമ്പോൾ ചക്കയുടെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ടും കൊതി തോന്നും. കാരണം നമ്മൾ സാധാരണ ചക്ക വെച്ചിട്ട് ചക്ക വേവിച്ച് മിക്സിയിൽ അടിച്ചുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കണേക്കായും ടേസ്റ്റ് കൂടുതൽ ചക്ക വരട്ടി വെച്ചിട്ട് അതുകൊണ്ട് ചക്കയുടെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഈ റോസ് പിങ്ക് കളറിൽ പാത്രത്തിലിരിക്കുന്നത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഇപ്പോൾ ഭരണിക്കകത്ത് എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ ചക്ക വരട്ടി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ആയിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് തേങ്ങയും നെയ്യും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്തതുകൊണ്ട് എനിക്ക് അട ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ അതൊന്നും പ്രത്യേകിച്ചായിട്ട് ചേർക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം ചക്ക വരട്ടിയപ്പോൾ ശർക്കരയും കുറച്ച് കുറവായിരുന്നു, പിന്നെ തേങ്ങ ഉണ്ടായില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്ക കുറച്ച് ശർക്കര ഇട്ടിട്ട് മാത്രം പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വരട്ടി വെച്ചത്. അപ്പോൾ ആദ്യം വരട്ടിയിട്ട് കുറച്ചും പിന്നെ അതിലേക്ക് കുറച്ച് ചക്കയും കൂടെ ചക്ക വരട്ടിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കിലോ വറുത്ത റവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വറുത്തതായാലും കുഴപ്പമില്ല, ഇനി വറുക്കാത്തതായാലും കുഴപ്പമില്ല കേട്ടോ. വേറെ പൊടികളൊന്നും ചേർക്കണില്ല, റവ മാത്രം ചേർത്തിട്ടാണ് കേട്ടോ അടയുണ്ടാക്കിയെടുക്കുന്നത്. ചക്കയടയ്ക്ക് ചക്കയടേൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്ക വരട്ടി വെച്ചതുകൊണ്ട് ചക്കയട ഉണ്ടാക്കുകയും വേണം. അതുപോലെ തന്നെ അരിപ്പൊടി ഒന്നും ചേർക്കാതെ റവ മാത്രം വെച്ചെങ്ങാണ്ട് ചക്കയട ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയേറെ ടേസ്റ്റുള്ള പലഹാരം വേറെ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ചക്ക വരട്ടി എടുത്ത് വെച്ചേക്കുന്നത് അതിലേക്ക് ഞാനിത് 1/2 കിലോ റവയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കുറച്ച് തേങ്ങ, ഞാൻ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു 1/4 ഭാഗം ചിരവി എടുത്തു, കുറച്ച് ഞാൻ തേങ്ങ കൊത്തായിട്ടാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ആ തേങ്ങ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമുള്ള ശർക്കരയും കൂടെ ചേർക്കുകയാണ് കേട്ടോ. കുറച്ച് ശർക്കര ഞാൻ ചക്ക വരട്ടിയ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ശർക്കര ചീമ്പി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഇത്ര തേങ്ങയാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് നമുക്കിനി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഇവിടെ തന്നെ പൊടിച്ചതുകൊണ്ട് തന്നെ നല്ല മണവും ഗുണമൊക്കെ ഉള്ള ഏലക്കാപ്പൊടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു 1.25 ടേബിൾ സ്പൂണാണ്. ചെറിയ സ്പൂണാണ് കേട്ടോ. കാണുമ്പോൾ ഇച്ചിരി വലിപ്പം ഉണ്ടെന്ന് തോന്നേ ഉള്ളൂ, പക്ഷേ ചെറിയ സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു 1.25 സ്പൂണ് ഞാൻ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പക്ഷേ ആ ഒരു ഭാഗം ക്യാമറയിൽ കട്ടായിപ്പോയി. പിന്നെ ഇത് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇനി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് വറുത്തെടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുത്തിട്ടുള്ളത്. നെയ്യ് ഞാൻ ചക്ക വരട്ടി വെക്കുന്ന ആ ഒരു സമയത്ത് അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയോട് കൂടി അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ എണ്ണയൊന്നും കോരി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ആയതുകൊണ്ട് തന്നെ തേങ്ങാക്കൊത്തും എണ്ണയും രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വേറെ നമുക്ക് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ഈ ചക്ക വരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ റവ മൊത്തം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വേറെ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇലയിലേക്ക് പരത്തി കൊടുത്തിട്ട് ആവി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇടനയിലയാണ്. അപ്പോൾ ഇതുള്ളപ്പോൾ ഇതിങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം അവിടെ നിന്നോ പണിക്ക് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോയും കൂടെ പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് പിടിച്ചത്. അല്ലെങ്കിൽ ഞാൻ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴയിലാണ് കേട്ടോ എടുക്കാറ്. നമുക്ക് ഇവിടെ അങ്ങനെ ഇടനയിലൊന്നും കിട്ടാറില്ല. ഇതിപ്പോൾ എവിടെ നിന്നോ കിട്ടിയപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഈ ഇടനയിലയുടെ പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ അതേ ചെറിയ ചെറിയ ഇലകളാണ് കേട്ടോ. എല്ലാം ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലൊരു മണവും ഗുണമൊക്കെ ഉള്ള ചക്കയുടെ ആയിരിക്കും ഇന്നത്തെ ചക്കയുടെ. സാധാരണ ഞാൻ ചക്കയുടെ ഉണ്ടാക്കുന്ന സമയത്ത് വാഴയിലേക്കകത്താണ് കേട്ടോ പൊതിഞ്ഞെടുക്കാറ്.
ഇതിപ്പോൾ എണ്ണയിലുള്ളതുകൊണ്ട് അത് അങ്ങനെ ചെയ്തു എന്നാണ് കേട്ടോ. ഇതിന് നമുക്ക് പ്രത്യേക ഒരു ഫ്ലേവറും കൂടി ഉണ്ടാകും കേട്ടോ. അങ്ങനെ ഇത് ഞാൻ ആദ്യത്തെ അട ഇലയിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും വെച്ചിട്ട് നമുക്ക് അടയൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ ഇലയിൽ. അങ്ങനെ ഇത് നമ്മുടെ ചക്കയുടെയൊക്കെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടനിലയിൽ നമ്മൾ മാവെല്ലാം കൂടി ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. 15ഓളം ഇടനില ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ചെറുതായതുകൊണ്ടാണ് നമുക്ക് കുറേശ്ശെ മാവ് വെക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് ബാക്കിയും കൂടെ ഇരിപ്പുണ്ട്. ഇനി പുറത്ത് പോയിട്ട് 2 കഷ്ണം വാഴയിൽ എടുത്തുകൊണ്ട് അതിലും കൂടെ പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതിപ്പോൾ കയ്യിലുള്ള ഇടനില കുറച്ച് വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവ് അങ്ങനെ ബാക്കി വരില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഇലയടയ്ക്കും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കഷ്ണം വാഴയില എടുത്തിട്ട് ഇനി അതിലാണ് കേട്ടോ പൊതിഞ്ഞെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഇലയിലുള്ള അടയൊക്കെ ഇതെല്ലാം ഇവിടെ എല്ലാം ഒന്ന് പൊതിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ആവി പാത്രത്തിൽ വെച്ചുകൊണ്ട് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചെടുത്തു കേട്ടോ. ആവി കയറ്റാനായിട്ട് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെക്കണം. ആ തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഇലയുടെ എല്ലാം ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം ഒന്ന് അടച്ച് വെച്ചെങ്ങാണ്ട് ഇത് വേവുന്ന അത്രയും നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ അട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നും ഇടനിലക്കകത്തല്ല കേട്ടോ ഉണ്ടാക്കാറ്, എന്നും വാഴയിലക്കകത്താണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഇടനിലക്കകത്ത് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രം തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ അടയുടെ. ഞാൻ വെറും 1/2 കിലോ റവ എടുത്തിട്ട് തന്നെ നമുക്ക് 15ലധികം അട ഉണ്ടാക്കാനായിട്ട് പറ്റി കേട്ടോ. പിന്നെ ഇതുവരെയൊക്കെ ചക്ക വരട്ടിയത് കൊണ്ട് തന്നെ അട ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളൊരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെയായിട്ട് ചെയ്യും. കാരണം നമ്മൾ സാധാരണ ചക്കയുടെ ഉണ്ടാക്കണക്കായും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ വരട്ടി വെച്ചിട്ടുള്ള ചക്ക വരട്ടിയത് കൊണ്ട് ഇതുപോലെ ചക്കയുടെ ഉണ്ടാക്കുകയാണെങ്കിൽ. വൈകുന്നേര സമയങ്ങളിലൊക്കെ നമുക്ക് ചൂട് കട്ടൻ ചായേൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഈ ഒരു ഇലയട എന്ന് പറയുന്നത്. അപ്പോൾ ചക്ക വരട്ടിയിട്ട് ഇതുപോലെ അട ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ചക്ക വരട്ടണ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കെങ്കിലും തരാൻ മടിക്കല്ലേ കേട്ടോ.
പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ വരുള്ളൂ. ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.